ഹായ്, കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, റിലീസ് സിനിമകളുടെ റിവ്യൂസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്നുള്ളത് അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഓട്ടങ്ങളിലൊക്കെ ആയിരുന്നു കുറച്ച് നാളുകളൊക്കെ ആയിട്ട്. എന്തായാലും ഉടൻ തന്നെ കല്യാണമൊക്കെ കഴിയും. അപ്പോൾ അതിനുശേഷം പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്ന് ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. പഴയ സിനിമയല്ല, ഞാൻ റെക്കമെൻഡേഷനായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. പഴയ സിനിമയല്ല, ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് എന്നുള്ളത് ഗോളവ് എന്നുള്ളതാണ്. സംജാദാണ് സിനിമയുടെ സംവിധായകൻ എന്നുള്ളത്. ചിത്രം കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് ഒരു റെക്കമെൻഡേഷനായിട്ട് തന്നെ റിവ്യൂ ചെയ്തേക്കാമെന്ന് വെച്ചു. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം അതാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് മുതലാണ് സിനിമയുടെ കഥ മൊത്തത്തിൽ ചേഞ്ച് ആകുന്നത്. എന്തായാലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ഒരാൾ വാഷ്റൂമിൽ തെന്നി തലയിടിച്ച് വീണു. അപ്പം നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള ആൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അദ്ദേഹം വന്ന മാത്രയിൽ അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു സംശയം, ഇത് ആക്സിഡൻറ്റ് ഉള്ള ഡെത്താണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഈ സിനിമയുടെ കഥ എന്നുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ സിനിമയുടെ ഒരു ജീവൻ എന്ന് പറയാൻ സാധിക്കുന്നത് ഈ സിനിമയുടെ കഥയും തിരക്കഥയും തന്നെയാണ്. ബേസിക്കലി ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. വലിയ താരനിരകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കുറേ പുതുമുഖങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിനിമയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കഥാപരിസരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയതൊന്നും അല്ല. ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമയുടെ കഥ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു 80% നടക്കുന്നത് ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെയാണ്. അത്തരത്തിലുള്ള ഈ ഒരു സിനിമ നമുക്ക് ഇത്തരത്തിലുള്ള പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നതെന്നുള്ള ഒരു തോന്നലും നമുക്ക് തോന്നില്ല. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ടു എൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ മികച്ച കഥയും തിരക്കഥയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥയാണ്. നമുക്കറിയാൻ തന്നെ നമുക്കൊരാഗ്രഹമുണ്ട്, ശരിക്കും ഇദ്ദേഹം വഴുതി വീണതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നാണോ? കുറേ സസ്പെക്റ്റുകളൊക്കെ ചുറ്റുമുണ്ട്. നമുക്ക് കാണുമ്പോഴത്തേക്കും കുറേ പേരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരിൽ ആരെങ്കിലുമൊക്കെ ആകാം എന്നൊക്കെ ഒരു തോന്നലും വരും. പക്ഷേ നമുക്ക് ആ ഒരു എൻഡിങ് വരെ ആ ഒരു സസ്പെൻസ് എന്നുള്ളത് നമ്മളിലേക്ക് നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക, നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് വശം എന്നുള്ളത്. കൂടെ തിരക്കഥയുടെ കാര്യവും പറഞ്ഞു കേട്ടോ. 2 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത് എന്നുള്ളത്. അനാവശ്യമായിട്ടുള്ള ഒരു സംഭവങ്ങളും ചേർക്കാതെ ഒരു ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിലെടുത്ത് ത്രില്ലിംഗ് ആക്കി തന്നെ ആ തിരക്കഥയും പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് ക്ലാപ്പ് അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അനാവശ്യമായിട്ടുള്ള കോമഡീസ് ഇല്ല, അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, പാട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എടുത്ത കാര്യം ആ കഥയെന്തോ അതിന് വേണ്ട രീതിയിലുള്ള ഒരു എഴുത്തൊക്കെയാണ് സ്ക്രീൻ പ്ലേയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പെർഫോമൻസ് വൈസിലും അത്യാവശ്യം എല്ലാവരും തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ രഞ്ജിത്ത് സജീവ്, അദ്ദേഹമാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഹീറോ ആയിട്ട് എത്തുന്നത്. നിങ്ങൾക്ക് വലിയ സുപരിചിതനായിട്ടുള്ള ഒരു നായകനായിരിക്കില്ല, ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണുന്നത്. എന്തായാലും ഒരു തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിദ്ദിഖുണ്ട്, അതുപോലെ സണ്ണി വെയിൻ ഉണ്ട്, പിന്നെ അലൻസിയാർ ഉണ്ട്, അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വന്നിരിക്കുന്ന താരങ്ങളൊക്കെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കൊടുക്കുന്നുണ്ട്. അതിലും ക്ലൈമാക്സിൽ കുറേ പ്രകടനങ്ങൾ നിങ്ങളെ ഇങ്ങനെ കോരിത്തരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും മ്യൂസിക് വർക്കൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. എങ്കിൽ കൂടിയും സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് ആകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇതൊരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയുള്ള സിനിമയല്ല. അങ്ങോട്ട് മുഷിഞ്ഞ് അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മേക്കിംഗ് ഒക്കെ തന്നെ വളരെ ശോകമായിരിക്കും. ഇതിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, ഡീസൻ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ നിങ്ങൾക്ക് മുഷിപ്പില്ലാതെ തന്നെ 2 മണിക്കൂർ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും. ധൈര്യമായിട്ടൊന്ന് പൊക്കോ. ത്രില്ലർ സിനിമ പ്രേമികളെ നിരാശപ്പെടുത്താത്ത ചിത്രം തന്നെയായിരിക്കും. പിന്നെ കുടുംബമായിട്ട് പോകാം. യാതൊരു വിധത്തിലുള്ള അഡൽ കണ്ടൻറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു ക്ലീൻ യു സർട്ടിഫൈഡ് പടം എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും ഓക്കെ, നമുക്ക് വേറൊരു റിവ്യൂ ഒക്കെ ആയിട്ട് കാണാം. ബൈ.